يا أيها الذين آمنوا كونوا قوامين بالقسط شهداء الله ولو على أنفسهم أو الوالدين والأقربين إن يكن عليا أو فقيرا فالله أولي بها فلا تتبعون الحاون إن تعدلوا وإن تلبوا أو تغرضوا فإن الله كان بما تعملون خبيرا بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ നാട്ടുകാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഖുർആൻ പ്രഭാഷണം സൂറത്തുൻ നിസാ യിലെ 135-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സൂറത്തുൻ നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ അവർക്ക് ഒരു അവകാശവും ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്ന ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് അതേ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഓരോ ആയത്തുകൾ ഓരോ സന്ദർഭത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് ആ സ്ത്രീകളെ കുറിച്ച് ഒരു സൂറത്ത് തന്നെ നമുക്ക് ഖുർആനിൽ കാണാം. ഖുർആനിലെ 4-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നിസാ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിയുടെ കാര്യത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരാവുക. ശുഹദാ അല്ലാഹി, നിങ്ങളുടെ സാക്ഷ്യം അല്ലാഹുവിനായിരിക്കണം. വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നീതി പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മേലായാലും അതല്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ മേലായാലും അല്ല നിങ്ങളുടെ കുടുംബക്കാരുടെ മേലായാലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തഫ്സീറു റാസിയിൽ ഇമാം റാസി തങ്ങൾ ഒരു ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. മുസ്ലിമും ഇബ്നു ഉളഫർ ഗോത്രക്കാരനുമായ തുഅ്മത്ത് ഇബ്നു ഉബൈരിക് എന്ന് പറയുന്ന ഒരാൾ തന്റെ അയൽക്കാരന്റെ പടയങ്കി മോഷ്ടിക്കുകയും ആ മോഷ്ടിച്ച പടയങ്കി ഒരു യഹൂദന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ആ തൊണ്ടി മുതൽ എന്ന് പറഞ്ഞാൽ ഈ തുഅ്മത്ത് ഇബ്നു ഉബൈരിക് മോഷ്ടിച്ച ഈ പടയങ്കി പിന്നീട് പിടിക്കപ്പെടുകയും യഹൂദന്റെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെടുകയും യഹൂദനാണ് കട്ടതെന്ന് തുഅ്മത്ത് ഇബ്നു ഉബൈരിക് അതേ കള്ളം പറയുകയും ചെയ്തു. അങ്ങനെ ഈ വിഷയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ എത്തുകയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഈ പടയങ്കി മോഷ്ടിച്ചത് തുഅ്മത്തല്ല യഹൂദിയാണ് എന്ന് പറഞ്ഞപ്പോഴും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയും അങ്ങനെ
ഉമ്മത്തിനെതിരെ നീതി പാസാക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ചരിത്രം ഇബ്നു റാസി തങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇങ്ങനെ ഖുർആനിൽ നീതിയെക്കുറിച്ചും അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സൂറത്താണ് സൂറത്തുൻ നിസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നീതിയോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.